സോ ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഹാസ് ദ ലീസ്റ്റ് അഫിനിറ്റി ഫോർ മോയ്സ്ചർ? ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഹാസ് ലീസ്റ്റ് അഫിനിറ്റി ടു മോയ്സ്ചർ. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, ഗുഡ് ഡൈലക്ട്രിക് ഓർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഷുഡ് ഹാവ് ദ ലീസ്റ്റ് അഫിനിറ്റി ടു മോയ്സ്ചർ. അപ്പം ലീസ്റ്റ് അഫിനിറ്റി ടു മോയ്സ്ചർ ആരെന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക? ഇറ്റ് ഈസ് ഹാവിംഗ് ദോസ് മെറ്റീരിയൽസ് ഹാവിംഗ് എന്തായിരിക്കും? Good dielectric and insulating property. Good dielectric and insulating property. ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും മോയ്സ്ചറിന് ഇതായിരിക്കും ലീസ്റ്റ് അഫിനിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് അല്ലേ? ഗുഡ് ഡയലക്ട്രിക് ആൻഡ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. സോ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിനകത്ത് ഇൻസുലേറ്റേഴ്സ് വരുന്ന ഏതായിരിക്കും വരിക? മൈക്ക ആയിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ വരിക. സോ 60D ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് is not true. So the following statement is not true regarding superconductor. നമുക്കറിയാം സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടർ ഷോ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. ഓക്കെ, സൂപ്പർ കണ്ടക്ടേഴ്സ് ഹാവ് always almost zero resistivity. The external magnetic field has no effect on superconductors. Entropy increases on changing from സൂപ്പർ കണ്ടക്ടർ സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ? അപ്പം ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക, സൂപ്പർ കണ്ടക്ടർ ബന്ധപ്പെട്ട് സൂപ്പർ കണ്ടക്ടർ ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ദോസ് ആർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് റിപ്പൾഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് അപ്പൊ നമുക്കറിയാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രത്യേകത റിപ്പൾഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അല്ലെ? റിപ്പൾഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സൂപ്പർ കണ്ടക്ടേഴ്സ് ഡയാമാഗ്നറ്റിസം എന്നുള്ള കാര്യം നമ്മളിപ്പോ മനസ്സിലാക്കി. അപ്പം ഓപ്ഷൻ സി നോക്കിയേ, ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് നോ ഇഫക്ട് ഓൺ സൂപ്പർ കണ്ടക്ടേഴ്സ്. അല്ല, ഇപ്പൊ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് റിപ്പൾസീവ് ഫോഴ്സ് ആണ് അല്ലെ? റിപ്പൾസീവ് ഫോഴ്സ് ഓൺ സൂപ്പർ കണ്ടക്ടേഴ്സ് അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ കറക്റ്റ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഇപ്പൊ സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്ഷൻ സി ഫോൾസ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും വരിക. അപ്പൊ നമുക്കറിയാം കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഡയാമാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദറ്റ് ഈസ് റിപ്പൾഡ് ബൈ എ മാഗ്നറ്റ് ആയിരിക്കും അല്ലെ? റിപ്പൾഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? സോ അത് ഓർത്ത് വയ്ക്കുക, പാരാമാഗ്നറ്റിക് and ferromagnetic അല്ലെ? And ferromagnetic materials are attracted by a magnetic field. Magnetic materials are attracted by a magnetic field. Diamagnetic materials എന്തായിരിക്കും? It is repelled by a magnetic field ആയിരിക്കും അല്ലെ? അപ്പോ ആ പോയിന്റ് എടുത്ത് വയ്ക്കുക. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? ദോസ് മെറ്റീരിയൽസ് ദാറ്റ് ദേ ആർ എക്സിബിറ്റിംഗ് എന്താ? ഡയാമാഗ്നറ്റിക് ബിഹേവിയർ അല്ലെ? സൂപ്പർ കണ്ടക്ടേഴ്സ് ഡയാമാഗ്നറ്റിക് ആണ്. പിന്നെ എന്തായിരിക്കും വരിക? ദീസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ റിപ്പൾഡ് ബൈ these diamagnetic substances are repelled by a magnetic field. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. The transition temperature of mercury at which it is become superconductive is the transition temperature of mercury at which it becomes superconductive is option C ആയിരിക്കും ആൻസർ വരിക. 4.12 കെൽവിൻ ആണ്. അത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇപ്പോഴത്തെ PSC എക്സാമിന് ട്രെൻഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഇലക്ട്രിക്കലിന്റെ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അതിന്റെ ഇങ്ങനെ കുറെ സ്റ്റാൻഡേർഡ്, ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരിക്കും വരിക? ഈ സെൽ വോൾട്ടേജ്, ഓരോ സെൽസിന്റെ വോൾട്ടേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ട്രാൻസിഷൻ ടെമ്പറേച്ചർ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓർത്ത് വയ്ക്കുക, മെർക്കുറിയുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ പറയുമ്പോഴത്തേക്ക് 4.12 കെൽവിൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ മെറ്റീരിയൽ ഈസ്. എന്താ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞത്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഇൻ റിലേഷൻ ടു മൊമെന്റം ആൻഡ് മാസ് അല്ലെ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇൻ എ മെറ്റീരിയൽ wavelength അല്ലെ? de Broglie wavelength in a material is associated with a statement ഓർത്ത് വയ്ക്കുക, is associated with എന്തായിരിക്കും? with momentum and mass. Is associated with momentum and mass.
അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, de Broglie wavelength is inversely proportional to, therefore de Broglie wavelength is inversely proportional to ഇതായിരിക്കും വരിക മൊമെന്റം ആയിരിക്കും. de Broglie wavelength is inversely proportional to momentum. ഇത് ഒന്ന് രണ്ട് തവണ UPSC എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം ഓർത്ത് വയ്ക്കുക. Which one of the following materials can be used for permanent magnets? തന്നിരിക്കുന്നതിനകത്ത് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും വരിക അയൺ കോബാൾട്ട് അലോയി ആയിരിക്കും കറക്റ്റ് ആൻസർ ഇതാ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ സാച്ചുറേഷൻ മാഗ്നറ്റിസം അല്ലെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ സാച്ചുറേഷൻ മാഗ്നറ്റിസം. Up to 4% silica is added to iron to be used as a soft magnetic material. Silica is added to iron can be used as a soft magnetic material. The major reason is this too. അപ്പൊ നമുക്കറിയാം സിലിക്കൺ അല്ലെ, നമ്മൾ അയൺ അല്ലെങ്കിൽ സ്റ്റീല്, നമുക്ക് ഒരു ട്രാൻസ്ഫോമറിന്റെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ കോർ മാനുഫാക്ചർ ചെയ്യാൻ കോറിന്റെ പ്രോപ്പർട്ടീസ് കോർ മെറ്റീരിയലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. ട്രാൻസ്ഫോമറിന്റെ കോർ മെറ്റീരിയൽസിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി ആയിരിക്കണം അല്ലെ. അതിന് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിംഗ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിംഗ് ഉണ്ട്. ഈ പ്രൈമറിയിൽ ഡെവലപ്പ് ചെയ്ത ഫ്ലക്സ് സെക്കൻഡറിയിൽ വന്ന് ലിങ്ക് ചെയ്യുന്നത് കോർ ത്രൂ ആയിരിക്കും. അപ്പൊ ആ ട്രാൻസ്ഫോമറിന്റെ കോർ മെറ്റീരിയൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി ആയിരിക്കണം അല്ലെ. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി. ഇറ്റ് ഷുഡ് ഹാവ് ലോ ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് അല്ലെ, ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് കുറവായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം അല്ലെ, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കണം അല്ലെ, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി. പിന്നെ എന്തായിരിക്കും വരിക? അപ്പൊ ഇങ്ങനെ ഒരു മൂന്നാല് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് പെർമിറ്റ് ദ മാക്സിമം മൂവ്മെന്റ് ഓഫ് ദ ഫ്ലക്സ് അല്ലെ, മാക്സിമം ഫ്ലോ ഓഫ് ഫ്ലക്സ് ഇൻ ദാറ്റ് കോർ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ കോർ മെറ്റീരിയൽ എന്തായിരിക്കണം? ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി ആയിരിക്കണം അല്ലെ, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ പെർമിയബിലിറ്റി ആയിരിക്കണം. പിന്നെ എന്തായിരിക്കും വരിക? ഹൈ ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് ആയിരിക്കണം, ലോ ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് ആയിരിക്കണം, ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, പിന്നെ ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കണം. ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് കുറയ്ക്കാനുള്ള കാര്യം എന്തായിരിക്കും? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഹിസ്റ്റെറിസിസ് ലോസ് അല്ലെ, ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഹൈ റെസിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും വരിക? എഡി കറണ്ട് ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനത്തെ ഈ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ ഈ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് നമുക്ക് എന്തായിരിക്കും വരിക? അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സ്റ്റീൽ അല്ലെങ്കിൽ അയൺ പോലുള്ള മെറ്റീരിയൽസിന്റെ പെർമിയബിലിറ്റിയുടെ വാല്യൂ കുറവായിരിക്കും. സോ അങ്ങനെ പെർമിയബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 4% സിലിക്ക നമ്മൾ ആഡ് ചെയ്യും. ആ 4% സിലിക്ക ആഡ് ചെയ്ത് എന്തിനായിരിക്കും വരിക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. കഴിഞ്ഞ 2 എക്സാമിനും ഇപ്പൊ നമ്മുടെ PSCയുടെ January 1 നടന്ന എക്സാമും പിന്നെ ഇപ്പൊ നമ്മുടെ ഓപ്പറേറ്റർ എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4% നമ്മൾ സിലിക്ക സ്റ്റീലിനെ നമ്മൾ എന്തായിരിക്കും കോർ മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ സ്റ്റീലിനെ നമ്മൾ കോർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് ലോ പെർമിയബിലിറ്റി ആണ്. ആ പെർമിയബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന എങ്ങനെ ആയിരിക്കും? 4% സിലിക്ക നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽസ് ക്യാൻ ബി ഇൻക്രീസ്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരുപാട് തവണ PSCക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നടന്ന ഈ 2 എക്സാമിനും ഈ ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. the following piezoelectric material. Piezoelectric material എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? Piezoelectric materials are those materials that produce electricity അല്ലെ. Piezoelectric materials are those materials that produce electrical energy when we apply the pressure അല്ലെ. പ്രഷർ ഓർ മെക്കാനിക്കൽ സ്ട്രെസ്, നമ്മൾ പ്രഷറോ മെക്കാനിക്കൽ സ്ട്രെസ്സോ കൊടുക്കുമ്പോഴത്തേക്ക് ആ മെറ്റീരിയൽസിന് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ? കോഡ്സ് എന്നാണ് നമ്മുടെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. ഈ കോഡ്സിനെ പറ്റി നമ്മൾ ഓസിലേറ്റേഴ്സിന്റെ പഠിക്കുമ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ട്രോണിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. In calibration of wattmeter, so dynamometer, wattmeter by potentiometer, phantom loading arrangement is used because നമുക്കറിയാം phantom loading ന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പവർ കൺസംപ്ഷൻ വളരെ കുറവായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനർജി മീറ്ററിന്റെ ടെസ്റ്റിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാൻറ്റം ലോഡിംഗ് ആയിരിക്കും. ഇപ്പൊ ഫാൻറ്റം ലോഡിങ്ങിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാൻറ്റം ലോഡിങ്ങിന്റെ ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പവർ കൺസ്യൂംഡ് ഇൻ കാലിബ്രേഷൻ വർക്ക് ഈസ് വെരി മിനിമം ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ പവർ കൺസംപ്ഷൻ ബൈ ഫാൻറ്റം ലോഡിംഗ് ഈസ് വെരി മിനിമം. ആ പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നോക്കിയത് ആക്യുറസി ഓഫ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് ഈസ് ഹൈ ബിക്കോസ്
നമുക്കറിയാം ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തഡ് എന്തൊക്കെയായിരിക്കും വരിക? കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ് അല്ലെ? കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ലോ റെസിസ്റ്റൻസ് മെത്തഡ് നമ്മൾ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? പിന്നെ എന്തായിരിക്കും വരിക? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്തായിരിക്കും? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ എന്തായിരിക്കും? മീഡിയം റെസിസ്റ്റൻസ് അല്ലെ? മെഷർമെന്റ് ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ക്യാരി ഫോസർ ബ്രിഡ്ജ് ആൾസോ ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് ആണ്. മെഗർ ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അത് ലോ റെസിസ്റ്റൻസ് മെത്തേഡിനകത്ത് ആക്യുറേറ്റ് ആയിരിക്കും. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും? നമുക്കറിയാം നമ്മൾ നോർമൽ മെഷർമെന്റ് നമ്മൾ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡുകൾ വെച്ച് ലോ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് കോൺടാക്ട് ആൻഡ് ലീഡ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഇറർ നമുക്ക് മെഷർമെന്റിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് ആകുമ്പോഴത്തേക്ക് എന്താ? കോൺടാക്ട് റെസിസ്റ്റൻസ് ആൻഡ് ലീഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി അവോയ്ഡഡ് അല്ലെങ്കിൽ ക്യാൻ ബി ഓവർകംഡ് ബൈ യൂസിങ് എന്തായിരിക്കും? ബൈ യൂസിങ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതാൻ പറ്റും: while measuring low resistance, the contact and lead resistance cause significant error in the reading. This can be eliminated by using Kelvin's double bridge method. അതായത് Kelvin's double bridge methodൽ കോണ്ടാക്ട് റെസിസ്റ്റൻസിന്റെ ലീഡ് റെസിസ്റ്റൻസിന്റെയും ഇറർ എന്ത് ചെയ്യുന്നുണ്ട്? ഇറർ ഉണ്ടാവുന്നില്ല അല്ലെ? ബാക്കിയുള്ള ബാക്കി ഈ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് ആക്യുറേറ്റ് ആവാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? Contact resistance and lead resistance errors can be eliminated in Kelvin double bridge method. That is why Kelvin's double bridge method is more accurate in the measurement of low resistance നമുക്ക് പറയാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൾസോ നോക്കി കഴിഞ്ഞാൽ 77 നമ്മൾ നോക്കി കഴിഞ്ഞാൽ സി ആയിരിക്കും ആൻസർ വരിക. ദാറ്റ് ഈസ് യൂസസ് ലോ റെസിസ്റ്റൻസ് ലിങ്ക് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ് റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ കാര്യം ലോ റെസിസ്റ്റൻസ് ലിങ്ക് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കോണ്ടാക്ട് വയറും ലീഡ് വയറും ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. സോ ആ കോണ്ടാക്ട് വയറിന്റെയും ലീഡ് വയറിന്റെ റെസിസ്റ്റൻസ് വന്നിട്ട് നമ്മുടെ മെഷർമെന്റിൽ ഇൻവോൾവ് ആവുകയും അതുപരമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കത്തില്ല? ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ആ ഒരു പ്രോബ്ലം നമുക്ക് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് വഴി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ദ മെഷർമെന്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. An imperfect capacitance is represented by a capacitance C in parallel with the resistance R. The value of the dissipation factor for tan delta. നമുക്കറിയാം ഒരു ഐഡിയൽ കപ്പാസിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്യൂർ കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് കപ്പാസിറ്റർ ആണ്. ഇത് കപ്പാസിറ്റർ എന്തായിരിക്കും? ഇത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് അല്ലെ? ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അപ്പം ഇത് നമ്മുടെ നോർമൽ വോൾട്ടേജ് ആണ്. എന്നായിരിക്കും നമ്മുടെ കപ്പാസിറ്റർ വോൾട്ടേജ് വി സി ആണ്. ഇത് തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക അല്ലെ? ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്ററിന്റെ ഇത് പ്യൂർ കപ്പാസിറ്റർ ആണ് അല്ലെ? പക്ഷെ ഇങ്ങനെ ആയിരിക്കത്തില്ല നമുക്ക് കപ്പാസിറ്റർ വരുന്നത്. നമുക്ക് എന്തായിരിക്കും വരിക? നമ്മളെ പ്രാക്ടിക്കൽ കേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? കപ്പാസിറ്ററിനകത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ റെസിസ്റ്റൻസ് കൂടെ നമുക്ക് എന്താവും? ഇൻട്രൊഡ്യൂസ് ആവുകയും അപ്പൊ നമ്മളെ ഫേസർ ഡയഗ്രം എങ്ങനെ മാറും? നോക്കിയും ഇത് വോൾട്ടേജ് വി ആണെങ്കിൽ അല്ലെ? ഇത് വോൾട്ടേജ് വി ആണെങ്കിൽ ഇത് കപ്പാസിറ്റൻസ് വോൾട്ടേജ് ബി സി ആണ്. പിന്നെ എന്തായിരിക്കും വരിക? റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് വരുന്നത് അല്ലെ? അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ വോൾട്ടേജ് നമുക്ക് വി ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? സോ വി ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ വി ആറിന്റെയും വിയുടെയും കൂടെ വെക്ടർ സമ്മാനിക്കും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും വരിക? നമുക്ക് കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് അല്ലെ? ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? മുന്നേ എന്ന് പറയുന്നത് വിയും ബി സിയും തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വിയും ബി സിയും തമ്മിലുള്ള ആംഗിൾ ചെയ്യുന്നുണ്ട്. ഈ 90 ഡിഗ്രി മാറി ഒരു ചെറിയൊരു ആംഗിൾ ലോസ് ആവുന്നത് ഡെൽറ്റ. ഈ ഡെൽറ്റയെ നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റയെ നമ്മൾ ലോസ് ആംഗിൾ എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ടാൻ ഓഫ് ഡെൽറ്റ നമ്മൾ എന്ത് പറയും? ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയും. ഡിസിപ്പേഷൻ ഫാക്ടർ. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ an imperfect capacitor is represented by a capacitance C in parallel with the resistance. The value of the dissipation factor is the problems ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഓപ്ഷൻ എടുത്ത് നോക്കി. ഓപ്ഷൻ ഡി ആണ് 1/ωCR. അപ്പം ഇൻഡക്ടൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ക്വാളിറ്റി ഫാക്ടർ ഓഫ് ഇൻഡക്ടൻസ് Q is equal to എന്തായിരിക്കും വരിക? XL/R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L/R ആണ്. RL സർക്യൂട്ട് ആണെങ്കിൽ RL സർക്യൂട്ട് സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരു 4 ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോ സീരീസ് ആയിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. എന്തായിരിക്കും വരിക? ഇത് പാരലൽ കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? 1/ωCR എന്നാണ് ഇതിന്റെ ഇക്വേഷൻസ് വരുന്നത്. സോ അത് ഓർത്ത് വെക്കുക. ഇത് ഡയറക്റ്റ് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്താണ് ഡിസിപ്പേഷൻ ഫാക്ടർ, എന്താണ് ലോസ് ആംഗിൾ എന്നൊരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക.
3 currents I1, I2 approaching a node. 3 current ഉണ്ട്. നോക്കി I1 is equal to എത്ര പറയുന്നുണ്ട്? I1 is equal to 10 sin 100, sorry, 10 sin 400 t plus 60 ആണ്. I2 is equal to 10 sin 400 t minus 60 ആണ്. അങ്ങനെയാണെങ്കിൽ then I3, 3 currents I1, I2, I3 are approaching a node. നോക്കി ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 currents I1, I2, I3 are approaching a node. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും I1 plus I2 plus I3 is equal to 0 അല്ലെ? നോഡിലേക്ക് അപ്രോച്ച്. അപ്പൊ നമുക്കറിയാം ഒരു നോഡിൽ എൻ്റർ ചെയ്യുന്ന കറണ്ടിന്റെ സം എന്തായിരിക്കും വരിക? 0 ആണ് അല്ലെ? therefore നമുക്ക് പറയാൻ പറ്റും therefore I1 plus I2 is equal to എന്തായിരിക്കും വരിക? I1 plus I2 is equal to minus I3. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ ഫേസർ ഡയഗ്രാം നമ്മൾ വരയ്ക്കാം. നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഞാൻ റെഫറൻസ് എടുത്തു അല്ലെ? റെഫറൻസ് എടുത്തു. പിന്നെ അതായിരിക്കും I1 എന്ന് പറയുമ്പോഴത്തേക്ക് 10 sin omega t plus 60 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. 6 plus 60 ആകുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് I1 എന്ന് ഞാൻ പറയുന്നുണ്ട്. എന്തായിരിക്കും? 10 sin 400. I2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 10 sin 400 t minus 60 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത് അല്ലേ? ഇറ്റ് ഈസ് I2 അല്ലെ? ഈ ഓമാർ തമ്മിലുള്ള റിസൾട്ടന്റ് എങ്ങനെ ആയിരിക്കും വരിക? റിസൾട്ട് എങ്ങനെ ആയിരിക്കും വരിക? ദിസ് IR അല്ലെ? I1 plus I2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? IR നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore റിസൾട്ടന്റ് കറന്റ് IR is equal to ഇതായിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് 2I1 I2 ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ I1 ആൻഡ് I2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore that is equal to സ്ക്വയർ റൂട്ട് ഓഫ് I1 സ്ക്വയർ എത്രയായിരിക്കും വരിക? 10 സ്ക്വയർ അല്ലെ? മാക്സിമം വാല്യൂ. therefore I1 10 ആണ്, I2 10 ആണ് അല്ലെ? പ്ലസ് I2 എത്രയായിരിക്കും വരിക? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 10 അല്ലെ? ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ I1 and I2 എത്രയായിരിക്കും വരിക? കോസ് 120 ഡിഗ്രി വരും അല്ലെ? therefore that is equal to സ്ക്വയർ റൂട്ട് ഓഫ് 100 പ്ലസ് 100 പ്ലസ് 200 ഇൻറ്റു കോസ് ഓഫ് 120. കോസ് ഓഫ് 120 എന്ന് പറഞ്ഞാൽ മൈനസ് 0.5 ആണ്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും, നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10 കിട്ടും അല്ലെ? I റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും. I റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. I റിസൾട്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IR ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 അല്ലയോ അല്ലെ? I1 പ്ലസ് I2ന്റെ സമ്മല്ലേ നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം I3 എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം എന്തായിരിക്കും വരിക? I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു മൈനസ് I3 ആണ് അല്ലെ? therefore I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു മൈനസ് I3. therefore I1 പ്ലസ് I2 എന്തായിരിക്കും? 10 വരിക. therefore I3 ഈസ് ഈക്വൽ ടു മൈനസ് 10. അപ്പൊ എന്തായിരിക്കും വരിക? സോ ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. മൈനസ് 10 sin 400 t ആംസ് ആയിരിക്കും ആൻസർ വരിക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ അവർ പറയുന്നുണ്ട് 3 currents I1, I2, I3 ആർ അപ്രോച്ചിങ് എ നോഡ്. നോക്കിയേ, ഈ നോഡ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റിലേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ I3 നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ഓർത്ത് വയ്ക്കുക, അതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ നമ്മൾ ഇപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻ തന്നെ ആണെങ്കിൽ കപ്പാസിറ്ററിന്റെ ഡിസിപ്പേഷൻ പാറ്റേൺ നമ്മളത് ക്ലാസ്സിൽ ആൾറെഡി ഞാൻ അതിന്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, ഗ്രൂപ്പിൽ ആൾറെഡി ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അറ്റ് റെസൊണൻസ് RLC സർക്യൂട്ട് മാക്സിമം കറണ്ട് ഡ്യൂ ടു ദ റീസൺ. നമുക്കറിയാം ഒരു RLC സർക്യൂട്ട് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് റെസിസ്റ്റൻസ് ഉണ്ടാവും, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് അല്ലെ? ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആയിരിക്കും. റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇവിടെ വോൾട്ടേജ് കൊടുത്തു ഇവിടെ പോകുന്ന കറണ്ട് I is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I is equal to V divided by square root of R square plus XL minus XC the whole square. ഇതാണല്ലോ നമ്മളെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. I is equal to V by Z അല്ലേ? then at റെസൊണൻസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും കണ്ടീഷൻ? റെസൊണൻസിന്റെ കണ്ടീഷൻ എന്താ? അറ്റ് റെസൊണൻസ് XL become equal to XC ആവും അല്ലെ? അപ്പൊ XL become equal to XC ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സെക്കൻഡ് ടേം പോകും. therefore I is equal to V divided by square root of R square. therefore I is equal to V by R. that means at റെസൊണൻസ് Z എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Z is only equal to R എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസി RLC സർക്യൂട്ട് ഓൾവേസ് ഡ്രോ മാക്സിമം കറണ്ട് ബിക്കോസ് അല്ലെ? അവിടെ എന്തായിരിക്കും? അവിടെ ഓഫർ ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് 0. കാര്യം എന്തായിരിക്കും? റെസൊണൻസിന്റെ കണ്ടീഷൻ എന്താ? XL is equal to XC ആണ് റെസൊണൻസിന്റെ കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് എന്തായിരിക്കും? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ XL is equal to XC ആകുമ്പോഴത്തേക്ക് ആ ടേമേ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്തായിരിക്കും വരിക?
ഈ റെസൊണൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന കാര്യം, സിൻസ് Z is equal to R ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് പവർ ഫാക്ടർ എന്തായിരിക്കും, യൂണിറ്റി പവർ ഫാക്ടർ ഒക്കെ ഉണ്ടാവുക. Z is equal to R ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മറ്റു റെസൊണൻസ് കറണ്ട് എന്തായിരിക്കും വരിക, കറണ്ട് ഈസ് മാക്സിമം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വട്ടത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് മിക്ക എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ എക്സാമിന് പ്രധാനമായിട്ടും ഈ റെസൊണൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക, ആ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക, ആ കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. The resolution of a 12-bit analog to digital converter in percent is, that is equal to resolution equation ഓർത്ത് വയ്ക്കുക. Resolution is equal to 1 divided by 2 raised to n minus 1. 2 raised to n minus 1. അത് പെർസെന്റേജിൽ പറയുന്നത് കൊണ്ട് അല്ലെ, കൺവേർട്ട് ഇൻ പെർസെന്റേജ്. അപ്പൊ എന്തായിരിക്കും വരിക, ഇൻറ്റു 100 കൊടുക്കുക, ഇൻറ്റു 100%. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 2 raised to n എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, the resolution of a 12-bit ആണ്. therefore n is equal to 12 അല്ലെ, 2 raised to 12 minus 1. that is equal to ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും, 0.02441. 2 raised to 12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 raised to 6 into 2 raised to 6 നമുക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങളുടെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, the number of to add m bits, the minimum required number of half adders is ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് പഠിച്ചു വയ്ക്കുക. എന്തായിരിക്കും, to add 2 m bits അല്ലെ, 2 m ബിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ, to add 2 m bits ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വേണം, m-1 ഫുൾ ആഡർ വേണ്ടി വരും. പിന്നെ എന്തായിരിക്കും വരിക, 2m-1 ഹാഫ് ആഡർ വേണ്ടി വരും. 2m-1 ഹാഫ് ആഡർ അല്ലെ. പിന്നെ അതേ കണക്ക് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക, എത്ര നാൻഡ് ഗേറ്റ്, ഇപ്പം ഹാഫ് ആഡർ ഉണ്ട്, നമുക്ക് ഇത് ഹാഫ് ആഡർ ഉണ്ട്, എന്തായിരിക്കും ഫുൾ ആഡർ ഉണ്ട്. അപ്പൊ ഈ ഹാഫ് ആഡർ ഫുൾ ആഡർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നാൻഡ് ഗേറ്റ് വേണം, എത്ര നോർ ഗേറ്റ് വേണം, അത് ഓർത്ത് വയ്ക്കുക. നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ഫോർ ഹാഫ് ആഡർ ആൻഡ് നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ഫോർ ഫുൾ ആഡർ അല്ലെ, നാൻഡ് ഗേറ്റ് റിക്വയർഡ് ഫോർ ഫുൾ ആഡർ. അപ്പൊ എങ്ങനെ ആയിരിക്കും വരിക, ഹാഫ് ആഡർ ഫുൾ ആഡർ വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് എത്ര ആയിരിക്കും വരുന്നത്. therefore in half order number of NAND gate is equal to എത്ര ആയിരിക്കും, half order number of NAND gate is equal to 5 number of NAND gates ആയിരിക്കും വരിക. full order ആകുമ്പോഴത്തേക്ക് എത്ര NAND gate വേണം, 9 numbers of NAND gate is required. അതേ കണക്ക് തന്നെ ഓർത്ത് വയ്ക്കുക. in half subtractor ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, that is also half subtractor ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, number of NAND gates is equal to 5. full subtractor ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, here also number of NAND gate is equal to 9. അപ്പം ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എത്ര NAND gate വേണം, 5 NAND gate വേണം for half adder and half subtractor. 9 NAND gate വേണം for full adder and full subtractor. അപ്പം ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2m-1 അല്ലെ. അപ്പം to add 2 m bits, the required number of half adder is 2m-1. okay, any combinational circuit can be built using നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ആരൊക്കെ ആയിരിക്കും, NAND ആൻഡ് NOR ഗേറ്റ്സ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പം എനി കോമ്പിനേഷൻ സർക്യൂട്ട് can be constructed അല്ലെങ്കിൽ ഡിസൈൻഡ് യൂസിങ് NAND ആൻഡ് NOR ഗേറ്റ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോ ഓപ്ഷൻ നമ്പർ 1 കറക്റ്റ് ആണ്, ഓപ്ഷൻ നമ്പർ 2 കറക്റ്റ് ആണ്. എന്തായിരിക്കും, ബിക്കോസ് NAND ആൻഡ് NOR ഗേറ്റ്സ് ആർ എന്തായിരിക്കും, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് അല്ലെ. NAND ആൻഡ് NOR ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിരിക്കും. പിന്നെ മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്ലക്സർ ആൾസോ come under the category of combinational circuit that can be built using multiplexers also can be used for building any combinational circuits. അപ്പം ഓപ്ഷൻ 4 നമുക്ക് ആൻസർ ആയിട്ട് വരും. സോ ഓപ്ഷൻ നോക്കുക, 4D ആയിരിക്കും ആൻസർ വരുന്നത്. NAND ഗേറ്റ്സും NOR ഗേറ്റ്സും എന്തായിരിക്കും, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. പിന്നെ മൾട്ടിപ്ലക്സർ ആൾസോ സപ്പോർട്ട് ഇൻ ബിൽഡിംഗ് എനി കോമ്പിനേഷണൽ സർക്യൂട്ട് എന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, വാട്ട് ഈസ് മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരും അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു 16:1 മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യണം. ഐ വാണ്ട് ടു ഡിസൈൻ എ 16:1 മൾട്ടിപ്ലക്സർ. ഫോർ ഡിസൈനിങ് എ 16:1 മൾട്ടിപ്ലക്സർ ഹൗ മെനി 2:1 മൾട്ടിപ്ലക്സർ റിക്വയർഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫോർ ഡിസൈനിങ് 16:1 മൾട്ടിപ്ലക്സർ ഹൗ മെനി
2:1 മൾട്ടിപ്ലക്സർ റിക്വയർഡ്. അതും ഓർത്ത് വയ്ക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കും വരിക. നമുക്ക് വേണ്ടുള്ളത് 16:1 ആണ് അല്ലെ. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് 2:1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 16 ഡിവൈഡ് ബൈ 2 എത്ര വരും? 8 വരും അല്ലെ. 8 എന്ത് ചെയ്യുക, 2 എടുക്കുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 8 ഡിവൈഡ് ബൈ 2 എത്ര വരും? 4 വരും. 4 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് 2 വരും. 2 ഡിവൈഡ് ബൈ 2 എത്ര ചെയ്യുമ്പോഴത്തേക്ക് 1 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ കയ്യിലുള്ള ലോവർ ഓർഡർ മൾട്ടിപ്ലക്സറിന്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടുള്ള മൾട്ടിപ്ലക്സറിന്റെ എന്ത് ചെയ്യുക, ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 16 ഫോർ ഡിസൈനിങ് 16:1 ഹൗ മെനി 2:1 റിക്വയർഡ് അല്ലെ. അപ്പൊ 16/2 അത് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 8/2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/2 ചെയ്യുമ്പോൾ 4 കിട്ടും. അതിന് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അതിന് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 1 കിട്ടും. എന്ത് ചെയ്യുക, ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 8 + 4 12, 12 + 2 14, 14 + 1 എത്ര വരും? 15 വരും. Therefore 15 numbers of multiplexer 2:1 multiplexer required to design 16:1 multiplexer. Okay, same കണക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. How many 16:1 multiplexer required to design? How many 16:1 multiplexer required to design? 64:1 multiplexer. 64:1 മൾട്ടിപ്ലക്സർ. അപ്പം എത്ര 16:1 മൾട്ടിപ്ലക്സർ വേണം നമുക്ക് 64:1 മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അതായിരിക്കും വരിക. അപ്പൊ നമുക്ക് വേണ്ടുള്ളത് 64:1 ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ഡിവൈഡ് ബൈ, നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 16 വരുന്നുണ്ട് അല്ലെ. 16 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 64 ഡിവൈഡ് ബൈ 60 നമുക്ക് 4 വരുന്നുണ്ട് അല്ലെ. therefore 64:16 4 വരുന്നുണ്ട്. വരുന്നുണ്ട്. 4 നമുക്ക് എന്ത് ചെയ്യും, 4 നമുക്ക് എത്ര വരും? ഫസ്റ്റ് ടേം നമ്മൾ മാറും. therefore നമുക്ക് പറയാൻ പറ്റും എത്ര വരുന്നുണ്ട്, 4 നമുക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. ദാറ്റ് മീൻസ് എത്ര മൾട്ടിപ്ലക്സർ നമുക്ക് വേണം, എത്ര സോറി തിരിഞ്ഞു പോയി നമുക്ക്. ഓക്കെ, കറക്റ്റ് അല്ല. അപ്പം നമുക്ക് നോക്കി ഇതിനൊക്കെ തന്നെ മൾട്ടിപ്ലക്സർ തന്നെ ഡിമൾട്ടിപ്ലക്സറും സെയിം കാൽക്കുലേഷൻ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹയർ ഓർഡർ ഏതാണോ നമുക്ക് ഹയർ ഓർഡർ വേണ്ടുള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ നമ്മുടെ കയ്യിലുള്ള ലോവർ ഓർഡർ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 16 ആണ്, 16/2 നമുക്ക് 8 കിട്ടും. 8 ഡിവൈഡ് ബൈ 2 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര മൾട്ടിപ്ലക്സർ അല്ലെ, എത്ര ലോവർ ഓർഡർ മൾട്ടിപ്ലക്സർ നമുക്ക് വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, the binary equivalent of hexadecimal number 4F2D അല്ലെ. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടെ നമുക്ക്? 4F2D ഇതിന്റെ ബൈനറി ഈക്വലന്റ് എന്തായിരിക്കും വരിക? 8421 നോക്കി കഴിഞ്ഞാൽ 8421 ആണ് അല്ലെ. 0010 that is equal to 00100. F എന്ന് പറയുമ്പോഴത്തേക്ക് 15 ആണ് അല്ലെ. 15 0010 അല്ലെ. ഇവിടെ എന്തായിരിക്കും വരിക? ഡി എന്ന് പറയുമ്പോഴത്തേക്ക് 12 ആണ്. 13 1101. എഫ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? 13 ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. സോ ഓർത്ത് വയ്ക്കുക. A two-phase servo motor in control system uses ഏതായിരിക്കും? A two-phase servo motor in control system uses drag cup rotor ആയിരിക്കും ആൻസർ വരിക. It is using drag cup rotor. അടുത്തത് capacitor in a single phase induction motor is used for. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിനകത്ത് നമുക്ക് സ്റ്റേറ്റർ ഉണ്ടാവും, ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് റോട്ടർ ഉണ്ടാവും. ഈ സ്റ്റേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് സ്പീഡ് സിംഗ്രണസ് സ്പീഡ് ആയിരിക്കും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ടൈംസ് മാക്സിമം വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ആണ് അല്ലെ. അപ്പൊ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പ് വഴി അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എയർ ഗ്യാപ്പ് വഴി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ റോട്ടറിൽ അല്ലെ സ്റ്റേഷനറി ആയിരിക്കുന്ന റോട്ടറിൽ വന്ന് ലിങ്ക് ചെയ്യുന്നുണ്ട്. റോട്ടറിൽ വന്ന് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, റോട്ടർ കണ്ടക്ടേഴ്സ് ഷോർട്ടഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും,
When a current carrying conductor placed a magnetic field, it experiences a torque എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് മോട്ടർ വില്ല് അല്ലെങ്കിൽ റോട്ടർ വില്ല് റൊട്ടേറ്റർ പറയുന്നത്. അപ്പം അവിടെ നമ്മൾ കൊടുക്കുന്നത് ത്രീ ഫേസ് മാഗ്നറ്റ് അല്ലെങ്കിൽ ത്രീ ഫേസ് സപ്ലൈ ആയതുകൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. പകരം ഞാൻ ഇവിടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ത്രീ ഫേസ് സപ്ലൈ പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? സോ ദിസ് ഈസ് വൺ ഓഫ് ദ ത്രീ ഫേസ് സപ്ലൈ. നമുക്കിത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. എങ്ങനെ ആയിരിക്കും? ഇത് ആർ ഫേസ് അല്ലെ, ത്രീ ഫേസ് സപ്ലൈ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. See? അപ്പൊ ഞാൻ ഈ കൊടുക്കുന്നത് ത്രീ ഫേസ് സപ്ലൈ ആണ്. ഞാൻ അത് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതായിരിക്കും റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്. പകരം ഞാൻ കൊടുക്കുന്ന സിംഗിൾ പ്ലേസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ആ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തില്ല, റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലാത്തത് കൊണ്ട് ആ ഇൻഡക്ഷൻ മോട്ടർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അപ്പം ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിനൊരു ടു ഫേസ് മോട്ടറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ടു ഫേസ് മോട്ടറായിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെയായിരിക്കും വരിക? കപ്പാസിറ്റർ വെച്ചിട്ടായിരിക്കും. കപ്പാസിറ്റർ വെക്കുന്നുണ്ട്, ഷെയ്ഡഡ് പോൾ വെക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ പല അറേഞ്ച്മെന്റ് ഉണ്ട് സിംഗിൾ ഫേസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിംഗിൾ ഫേസ് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പർപ്പസിനായിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ബിക്കോസ് ബൈ ഇൻട്രോഡ്യൂസിംഗ് എ കപ്പാസിറ്റർ എന്തായിരിക്കും? ഇറ്റ് വിൽ ഇൻട്രോഡ്യൂസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി ബിറ്റ്വീൻ മെയിൻ ആൻഡ് ഓക്സിലറി മെയിൻ ആൻഡ് ഇതായിരിക്കും സ്റ്റാർട്ടിംഗ് വൈൻഡിങ് അല്ലെ. മെയിൻ ആൻഡ് സ്റ്റാർട്ടിംഗ് ദ ഓക്സിലറി വൈൻഡിങ്. ദാറ്റ് മീൻസ് ബൈ ഇൻട്രോഡ്യൂസിംഗ് എ കപ്പാസിറ്റർ ഇതായിരിക്കും ഇറ്റ് ഓഫേഴ്സ് എ phase difference of അല്ലെങ്കിൽ it offers a phase difference of 90 degree. Alpha is equal to 90 degree between main and starting winding. Between main and starting winding. Main and starting winding. So ഇത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കിയേ 45th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ട്രാൻസ്ഫോമർ അല്ലെ. 45th ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഓക്കെ പവർ ട്രാൻസ്ഫോമർ. പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ അല്ലെ. ഹൈ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ഓർ ഹൈ സ്റ്റെപ്പ് ഡൗൺ നമ്മൾ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക അല്ലെ? പ്രൈമറി വോൾട്ടേജും സെക്കൻഡറി വോൾട്ടേജ് ദാറ്റ് ഈസ് 220 വോൾട്ട് 240 വോൾട്ട്. പിന്നെ നമ്മൾ നോക്കിയേ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഹാവിംഗ് ദ സെയിം എന്തായിരിക്കും ടേൺസ് റേഷ്യോ അല്ലെ. That means isolation transformer നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അല്ലെ. പ്രൈമറി ടേൺസും സെക്കൻഡറി ടേൺസും ഇതായിരിക്കും വരിക 1:1 ടേൺസ് റേഷ്യോ ആണ് നമുക്ക് എന്ന് പറയാൻ പറ്റും. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. therefore ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്, സോ ഡി എന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പവർ ട്രാൻസ്ഫോമർ എ എന്ന് പറയുന്ന 4 ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. സോ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. A two-winding transformer is used as an auto transformer. The KVA rating of the auto transformer compared to the two-winding transformer is എന്തായിരിക്കും? Auto transformer KVA is more than the KVA rating of the auto transformer compared to two winding transformer is 2 times. So പഠിച്ചു വയ്ക്കുക, 2 times that of the two winding transformer. അത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ട് കുറെ പ്രോബ്ലംസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യും. കാര്യം ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. ഫോർട്ടി-സെവൻത് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അത് കുറച്ച് സബ് ജനറൽ ലെവലുള്ള ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് ഡീപ്പായിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതായത് നോക്കാം. ഇത് പെർ യൂണിറ്റ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. പെർ യൂണിറ്റ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആകുമ്പോഴത്തേക്ക് അത് സബ് ജനറൽ ലെവലുള്ള സിലബസിൽ പറയുന്നില്ല, അതിൽ നമുക്ക് നോക്കാന്നുള്ളത്. 20 kVA 2000/200 volt single phase transformer has a nameplate leakage reactance of 8%. Voltage required to apply on the high voltage side to circulate full load current with the low voltage winding short circuited. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? വാട്ട് ഈസ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ ഹൈ വോൾട്ടേജ് സൈഡ് അല്ലെ. അപ്പൊ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറയുമ്പോഴത്തേക്ക് എന്താ? N2/N1 is equal to N2A/N1 is equal to V2 divided by V1 ആണ്. നമുക്ക് വരുന്നത് V1 ആണ് വരുന്നത് അല്ലെ. therefore V1 is equal to, that is voltage applied to the primary is equal to എന്തായിരിക്കും? V1 is equal to V2/N2 അല്ലെ. V2/N2 into N1 നമുക്ക് പറയാൻ പറ്റും. therefore V1 is equal to V2 നമുക്ക് കണ്ടുപിടിക്കണം. V2 അറിയത്തില്ല. N2 എത്ര വന്നിട്ടുണ്ട്? 200 അറിയാം. N1 നമുക്ക് എത്ര അറിയാം? N1 2000 ആണ് നമുക്കറിയാം. N1 2000 നമുക്കറിയാം. ഇവിടെ നമുക്ക് V2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഫോർ എന്തായിരിക്കും? ഫൈൻഡിങ് ദ V2 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലീക്കേജ് ഇംപെഡൻസ് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും വരിക? ഫോർ ഫൈൻഡിങ് V2 ലീക്കേജ് ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു 8% എന്ന് പറയുന്നുണ്ട്. 8% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ പെർ യൂണിറ്റ് പഠിക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. നോക്കിയേ,
that is equal to leakage impedance is equal to 8 എന്ന് പറയും. That is 8% എന്ന് പറയുന്നത് that is for we can cite this 0.08 per unit നമുക്ക് പറയാൻ പറ്റും. Therefore voltage developed across the secondary. Therefore voltage developed across the secondary at the time of short circuit. Therefore voltage developed across the secondary at the time of short circuit. At the time of short circuit is equal to percentage impedance. Percentage impedance that is equal to 0.08 per unit. Okay, 0.08 per unit. Therefore voltage is equal to base voltage. Base voltage 200 volt. Base voltage is equal to 200 volt. Base voltage is equal to secondary side base voltage. Sorry, secondary side base voltage 200 volt. Therefore voltage applied at the secondary. Therefore voltage applied is equal to. Therefore voltage applied is equal to 200 into 0.08. That is equal to 160 volt. So this is the sub-regional level exams. Detailed questions per unit syllabus. So assistant engineer electrical inspector exams detailed section. ഈ ക്വസ്റ്റ്യൻ നോക്കണ്ടെന്ന് തോന്നുന്നു, കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പോ ക്വസ്റ്റ്യൻ കണ്ടോണ്ട് ചെയ്തതാണ്. ഓക്കെ, അടുത്ത നോക്കിയേ 40th ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. The full load copper loss and iron loss of a transformer are 6400 and 5000 watt respectively. The core loss and copper loss at half load. അപ്പൊ നമുക്കറിയാം കോർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ലോസ് ആണ്. അപ്പം അയൺ ലോസ് എന്തായിരിക്കും? അയൺ ലോസ് ഇസ് എ കോൺസ്റ്റന്റ് ലോസ്. അയൺ ലോസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ലോസ് ആണ്. കോൺസ്റ്റന്റ് ലോസ് ആണ്. കോപ്പർ ലോസ് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വേരിയബിലിറ്റീസ് വിത്ത് ലോഡ്. ഫുൾ ലോഡ് കോപ്പർ ലോസ് 6400 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലോഡ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? ഇപ്പോൾ I2 R2 അല്ലെ, I2 R2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? 6400 പറയുന്നുണ്ട്. ഹാഫ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? I/2 the whole square R2 is equal to 6400. That is for I2 R2 divided by 4 is equal to 6400. Therefore I2 R is equal to എങ്ങനെ കിട്ടും? Therefore I2 R2 is equal to 6400 divided by 4. That is equal to 1600 ആയിരിക്കും വരിക. Therefore option C ആയിരിക്കും ആൻസർ വരിക. 1600 വാട്ട്. ആൻഡ് ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. 1600 വാട്ട് ആൻഡ് 5000 വാട്ട് അല്ലെ. അപ്പൊ ഓർത്ത് വയ്ക്കുക. എങ്ങനെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കോർ ലോസ് റിമൈൻസ് സെയിം, കോപ്പർ ലോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. In a 100 kVA transformer with 2000 turns പറയുന്നുണ്ട്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് റിസൾട്ട്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് റിസൾട്ട് പറയുന്നത് എത്രയായിരിക്കും? 220 വോൾട്ട് 91 ആംപ്സ് അങ്ങനെ 5 കിലോ വാട്ട്. അങ്ങനെയാണെങ്കിൽ ഓൺ ലോ വോൾട്ടേജ് സൈഡ് കോർ ലോസ് കമ്പോണന്റ് കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കുക. നമുക്ക് പവർ ഉണ്ടല്ലോ, കാര്യം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമുക്ക് വാട്ട് മീറ്റർ തരുന്നതായിരിക്കും കോർ ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോർ ലോസിന്റെ കറണ്ട് കമ്പോണന്റ് കണ്ടുപിടിക്കണം അല്ലെ. പവർ ഈസ് ഈക്വൽ ടു V into I അല്ലേ. പവർ ഈസ് ഈക്വൽ ടു V into I ആണ് അല്ലെ. V into I ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Therefore I is equal to I is equal to P divided by V. P എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? അയൺ ലോസ് ആണ്. എത്ര ആയിരിക്കും? 5000 വാട്ട് വന്നിട്ടുണ്ട് അല്ലെ. 5000 വാട്ട് വന്നിട്ടുണ്ട്. എന്തായിരിക്കും വരിക? 220 എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ വോൾട്ടേജ് ആണ് 220. Therefore that is equal to 22.7 amps. So option B ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ചാടി പിടിച്ചിട്ട് നമ്മൾ 91 ആംപ്സ് എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. അതായിരിക്കും നോ ലോഡ് കറണ്ട് ആണ്. കോർ ലോസ് കമ്പോണന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പവറിന്റെ ഈ 5 കിലോ വാട്ട് എന്ന് പറഞ്ഞ കോർ ലോസിന്റെ പവറിനകത്ത് വേണം നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എഴുതാനുള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്നുടനെ ഓക്കെ I0 എന്ന് പറയുന്നത് എന്തായിരിക്കും? നോ ലോഡ് കറണ്ട് അല്ലേ, അത് കോർ ലോസിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കരുത്. അത് മിസ്റ്റേക്ക് ആയി. സോ അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ അഥവാ നമുക്ക് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ I0 ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പിടിക്കാം? I0 into cos 50 കണ്ടുപിടിക്കുക. I0 91 ഉണ്ട്, cos 50 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പവർ ഈസ് ഈക്വൽ ടു VI cos 5 എന്നുള്ള ഇക്വേഷൻ അല്ലേ. നമുക്ക് വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, പവർ ഉണ്ട്. അതിനകത്ത് എന്ത് കിട്ടുക? cos 50 കണ്ടുപിടിക്കുക. I0 എന്ന് പറയുമ്പോഴത്തേക്ക് 91 into cos 50 കണ്ടുപിടിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 22.7 ആംപ്സ് എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അല്ലാതെ നമ്മൾ കണ്ടുടനെ കാണുന്ന ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കറണ്ട് എന്തായിരിക്കും? കോർ ലോസ് കറണ്ട് കമ്പോണന്റ് അല്ലെന്ന് പറഞ്ഞ് 91 ആംപ്സ് പറഞ്ഞ് നമ്മൾ ആൻസർ എഴുതരുത്. ഒന്നുകിൽ കോർ ലോസിന്റെ കറണ്ട് കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് I0 into cos 50 ആണ്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? I0 91 ആംപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും cos 50 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കുക? എന്തായിരിക്കും? പവർ ഈസ് ഈക്വൽ ടു V0 I0 into cos 50 അല്ലേ. therefore നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ ആയിരിക്കും? therefore പവർ ഈസ് ഈക്വൽ ടു V0 I0 into cos 50. therefore P എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 5 കിലോ വാട്ട് അല്ലെ. 5 കിലോ വാട്ട് ഡിവൈഡ് ബൈ V
V naught 220, I naught 91. That is equal to cos 50 വരുന്നുണ്ട്. അപ്പോൾ cos 50 കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? കോർ ലോസ് കമ്പോണന്റ് is equal to I naught into cos 50. That is 91 into cos 50 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് 0.249 വരും. 0.249 ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 22.7 ആംസ് കിട്ടും. അല്ല നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ 91 ആംസ് എടുത്ത് നമ്മൾ വെക്കരുത്. അത് ആൻസർ തെറ്റിപ്പോകും. For a given torque, reducing diverter resistance of a DC series motor. എന്തായിരിക്കും DC സീരീസ് ഡൈവേർട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം DC സീരീസ് മോട്ടർ ആണ്. ഈ DC സീരീസ് മോട്ടറിന്റെ ആർമേച്ചറിന്റെ സീരീസ് ആയിട്ടായിരിക്കും നമ്മളുടെ ഫീൽഡ് വൈൻഡിങ് വരുന്നത് അല്ലെ? ആർമേച്ചറിന്റെ സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വെക്കുന്ന ഡൈവേർട്ടർ അല്ലെ, ഇതാണ് നമ്മൾ ഡൈവേർട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫീൽഡ് ഡൈവേർട്ടർ. ഈ ഫീൽഡ് ഡൈവേർട്ടർ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം ഈ എന്തായിരിക്കും ഫീൽഡ് ഡൈവേർട്ടർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റർ കണക്റ്റഡ് പാരലൽ ടു ദ ഫീൽഡ് വൈൻഡിങ് അല്ലെ? വേരിയബിൾ റെസിസ്റ്റർ, ഫീൽഡ് ഡൈവേർട്ടർ ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ കണക്റ്റഡ് പാരലൽ. റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേരിയബിൾ റെസിസ്റ്റർ കണക്റ്റഡ് ഇങ്ങനെ കണക്ട് വെക്കുമ്പോഴത്തേക്ക് എന്താ? ഈ വേരിയബിൾ റെസിസ്റ്ററിന്റെ വാല്യൂ കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബൈ റെഡ്യൂസിംഗ് ദ വേരിയബിൾ റെസിസ്റ്റർ വാല്യൂ എന്തായിരിക്കും? ഈ നമ്മളുടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് കൂടെ പോകുന്ന ഫ്ലക്സിന്റെ അളവ് എന്തായിരിക്കും വരിക? ഫ്ലക്സ് കുറയും അല്ലെ? കാര്യം കൂടുതൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഡൈവേർട്ടർ കൂടെ പോകും. അപ്പോൾ ഫ്ലക്സ് കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? N is proportional to EB/phi അല്ലേ? ദാറ്റ് മീൻസ് എന്തായിരിക്കും? സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് ഇൻക്രീസ് ആവും. പക്ഷെ നമുക്കറിയാം ഫ്ലക്സ് കുറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും? ആർമേച്ചർ കറണ്ടും ഫ്ലക്സ് കുറയുമ്പോൾ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ